ആ നിർത്ത്. ഇത് തന്നെ സ്ഥലം. കാരണം ചിറ്റപ്പാ സ്ഥലമെത്തി, ഇറങ്ങിക്കോ. ആയം പൊളിച്ച് നിൽക്കാതെ ബാക്കിൽ പോയി സൈഡ് നോക്ക്, ഞാൻ തിരിച്ചെടുത്താ. ശരി. ആ പോന്നോട്ടെ. സ്റ്റോപ്പ്. കുറച്ച് ഫ്രണ്ട്. ആ മതി. ആ വേലി പൊളിക്കില്ലേ. ആ പോന്നോട്ടെ. പോന്നോട്ടേന്നേ. ആ എന്തോന്നാണത്? കുളമ്പുരവും പിടിച്ച പശുക്കളാണല്ലോ മൊത്തം. ഗോപുളിയന് പശുവിനെ വാങ്ങാൻ വേറെ ഫാമൊന്നും കിട്ടി. ഗോപു മാമന് ഇവിടുന്ന് സ്ഥിരമായിട്ട് പശുക്കളൊക്കെ വാങ്ങാറ്. ജേഴ്സി പശുവൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ പോയി മുതലാളിയായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. ചിറ്റപ്പന് ഇവിടെ നിൽക്കട്ടെ. സംസാരിച്ച പശുവിന്റെ വായക്ക് ചെല്ലല്ലേ, അതൊരു കുത്തുകുത്തിയാൽ നീ ഇനി ഉണ്ടാവില്ല. മനുഷ്യ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ഈ ആ കരുണനായിട്ട് വഴക്കിടാനൊന്നും പോണ്ട കേട്ടോ. ഞാൻ എങ്ങനെ അടി മിണ്ടാതിരിക്കുന്നേ? എന്റെ കാല് ശരിയായാലും ഉടൻ അവൻ കേസും കൊണ്ട് കോടതി പോകുന്നല്ലേ പറഞ്ഞേക്കണേ. ചേട്ടാ, എന്റെ കെട്ടിയനായതുകൊണ്ട് പറയുന്നതല്ല. അങ്ങേർക്ക് നല്ല ഭക്ഷണം വല്ലതും ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അങ്ങേര് ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല. ആ ഭക്ഷണം നിന്റെ കെട്ടിയവൻ പറഞ്ഞനുസരിച്ച് കാലത്തുനിന്ന് തന്നെ വിറ്റ് പോയി മേടിച്ചുണ്ടെന്ന ചിക്കനാണ് ഈ കുഴച്ചോണ്ടിരിക്കുന്നത്. വരുമ്പോഴേക്കും ചിക്കൻ 65 ഉണ്ടാക്കില്ലെങ്കിൽ എന്റെ മെറ്റേക്കാലും കൂടി തല്ലി ഓടിക്കുന്നാണ് അവൻ പറഞ്ഞേക്കണത്. കരുണൻ ചിറ്റപ്പാ, ഒരു ഇത്തിരി ബാക്കോടി എടുക്കണോട്ടോ. ആ പശുക്കൾക്ക് ഇറങ്ങി. ആ പോട്ടെ. ആ മതി. ഓ ഇപ്പൊ തന്നെ ആ പശുക്കൾ ഇടിച്ച് കൊന്നാനല്ലോ. 5 പൈസ ഡ്രൈവിംഗ് കൂടി എന്നോടാണ്. നീ ഇങ്ങോട്ട് കേറിയേ, പശുക്കളൊക്കെ ഞാൻ കയറ്റിക്കോളാം. ആ ശരി, ഞാൻ കേറി. കേറ്റിക്കോ. സുനന്ദിനി നന്ദിനി ഒക്കെ പോരട്ടെ. ഇന്ന് മാമന് സന്തോഷാകും. നല്ല 2 പശുക്കളെ നമുക്ക് കൊണ്ടുപോകാൻ പോണം. ആ മുറ്റുകാളുടെ നിപ്പ് കണ്ടിട്ട് എനിക്ക് അത്ര പിടിക്കുന്നില്ല. ആ കൊമ്പൗണ്ടറിനെ കിട്ടിയാലുണ്ടല്ലോ, നിന്റെ മാമന്റെ കാല് പോലെ പൊക്കി വെച്ച് കിടക്കേണ്ടി വരും. മാമന്റെ കാല് ശരിയായ കരുണൻ ചിറ്റപ്പനെ തല്ലി പുറത്താക്കുന്ന പറയണേ. ആര്? ഗോകുലേന്റെ ആ കാല് ശരിയാകുമ്പോ ഞാൻ മറ്റേ കാല് തല്ലി പിടിക്കും. ഇങ്ങോട്ട് കേറി പോയേ നിന്ന് നിനക്കാണ്ട്. ആ കേറങ്ങട്. ഓ ഞങ്ങളൊരു കാര്യം. ഗോപു മാമനെ നിസ്സാരായിട്ട് കാണണ്ടട്ടാ. ഗൾഫിലെ വലിയ പുള്ളിയായിരുന്നു. എനിക്കെന്തറിയാ വെച്ചു. ആ ഗോപന്റെ ഒക്കെ കാലെന്ന് വെച്ചാൽ വാഴപ്പിണ്ടിയാ. ഒന്ന് വീണപ്പോഴത്തേനും കണ്ടില്ലേ, കണ്ടിച്ചു പോയി. എന്റെ ഒക്കെ കാലുണ്ടോരനെ കിട്ടിയ അവൻ കടന്ന കിടപ്പ് കിടക്കും. ആ അത് ചിലപ്പോ ശരിയായിരിക്കും. 2 മതിന്നല്ലേ മാമൻ പറഞ്ഞ, നമുക്ക് പോവാം. നീ ഒന്ന് പിടക്കാതിരിക്കച്ചക്ക. ഇതൊക്കെ നന്നായിട്ട് അടച്ചു പൂട്ടില്ലെങ്കിലേ ഈ പൈക്കളൊക്കെ വഴി കിടക്കും. ഗോപുളിയൻ ഏതാണ്ട് തീരാറായ മട്ട. ഇനിയിപ്പോ ഈ വീടും പൈക്കളൊക്കെ ഞാൻ തന്നെ നോക്കേണ്ടി വരും. ആ നീ പിടിച്ചിരുന്നോട്ടാ, ഇടിഞ്ഞൊഴിഞ്ഞ് വീഴണ്ട, നമുക്ക് പോവാം. ആ ശരി, പതുക്കെ വിടണേ. ആ മുറ്റുകാളെ വഴി നിൽക്കണ്ടല്ലോ, ഇതെന്താണ്? ബിച്ചു ഒരു തടസ്സം വന്ന് നിൽക്കണ്ടല്ലോ. പശുക്കൾക്ക് ഭ്രാന്തായിരുന്ന പോകുന്നത്. എന്താ കരുണൻ ചിറ്റപ്പാ? ഇവിടെ ഒരുത്തൻ വണ്ടിക്ക് വട്ടം വെച്ച് നിൽക്കണ്. ഇവൻ എന്റെ കയ്യിന്ന് കൊണ്ടട്ടെ പോവുള്ളൂ. മാറാൻ അയ്യോ ബിച്ചു, അയ്യോ എന്നെ കൂട്ടുന്നു. അയ്യോ ബിച്ചു, ചിറ്റപ്പാ, അയ്യോ കരുണൻ ചിറ്റപ്പാ, വല്ലതും പറ്റിയോ? എനിക്ക് കരുണൻ ചിറ്റപ്പാ, ഞാൻ ചത്തോ? വല്ലതും പറ്റിയോ? എനിക്ക് അയ്യോ അതെന്നെ കൊന്നില്ലേ? എനിക്ക് ചിറ്റപ്പാ. അയ്യോ നടു ഒടിഞ്ഞാ തോന്നണ മോനെ. അയ്യോ ഇവിടെ കിടക്ക്, ഞാൻ ആശുപത്രിയിൽ എത്തിക്കാം. നീ എന്തായാലും ഈ പശുക്കൾ കൂടി ചവിട്ടാനിട്ട് കൊടുക്കണ വെച്ചു. അയ്യോ ഞാൻ വേഗം ആശുപത്രിക്ക് വിടാം. അതെ മനുഷ്യ, നിങ്ങളുടെ കാലിനി ശരിയായാലും ശരിയായില്ല എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കോടതി കയറേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഓ അല്ലെങ്കിൽ ഈ കാല് ശരിയാവുമെന്ന് തോന്നണില്ല. ആ കരുണന്റെ മോളെ മിനിക്കുട്ടി, അച്ഛനിന്ന് സന്തോഷാകും. ചിക്കൻ 65 ഉണ്ടാക്കുന്നേ. ഓ അങ്ങേരെ കാണുന്നില്ലല്ലോ. ഓ അച്ഛൻ ആ കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കോളും. ഇവിടെ ചിലര് വെറുതെ ഇങ്ങനെ ഇരിക്കുക, കാലും പൊക്കി പിടിച്ച്. എന്റെ ഭർത്താവിനെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട് കാലത്തും തന്നെ അങ്ങേരെ വിട്ടേക്കാം. പശുവിനെ കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ട് കൂടെ വിട്ടിക്കണുണ്ടല്ലേ ആ ചെറുക്കനെ. അവൻ എന്തറിയാം, എല്ലാ പണിയും എന്റെ കെട്ടിയോനെ എടുക്കേണ്ടി വരും. ഓ ദൈവമേ, ആർക്കും വരുത്തരുതേ ഈ വിധി. അവര് വരുന്നുണ്ട്. അയ്യോ ഇതെന്താ കരുണ, നിനക്ക് എന്തു പറ്റി? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്റെ പുന്നാരളിയെ തന്ന പണിയാ. അയ്യോ ചേട്ടാ, എന്തു പറ്റി? അയ്യോ മോളിതേ അച്ഛൻ വന്നിരിക്കുന്നു, നോക്കിയേ. കെട്ടൊക്കെ ഉണ്ടല്ലോ. എന്റെ ചേട്ടൻ എന്ത് പറ്റി? ആ ചെറുക്കൻ എന്തേ? അവനെ കാണുന്നില്ലല്ലോ. നീ ഒന്ന് കരയാതിരിക്കാജിതേ.
അവനിങ്ങോട്ട് വന്നില്ലേ? എന്താ കാരണ? എന്താ ഇത്? കെട്ടുമ്പാണ്ടൊക്കെ ഉണ്ടല്ലോ. ആ വിച്ചു എന്തേ? അവനെയും കാണുന്നില്ലല്ലോ. എടാ ബിച്ചു. ഓ, ഞാൻ ജസ്റ്റ് ഇരി ഒന്ന് പരിശോധിക്കായിരുന്നു. ആരും പേടിക്കണ്ട, കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ പശുക്കളെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് കരണം ചിറ്റപ്പൻ ഒരാളെ വഴിന്ന് മാറ്റിയതാ. ഒരാളെ വഴിന്ന് മാറ്റിയതിനാണോ ഈ കൈയും കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ട് വന്നിരിക്കുന്നത്? മുട്ടൻ കാളായിരുന്നു, അതിനെ മാറ്റിയപ്പോ അത് പിടിച്ച് കുത്തി ഈ ഗതിയിലാക്കി. ഇനി എന്ത് ചെയ്യാനാ? ഞാനത് ഈ പൈക്കിളെ കൊണ്ടേ കേട്ടെ, അല്ലെങ്കിൽ ഇതിന്റെ കുത്തും കൂടിയും കിട്ടും. ഒന്നും പറ്റിയിട്ടില്ലല്ലോ കരണം ചിറ്റപ്പ. ഇനി എന്ത് പറ്റാനാ? എന്നെ ഒന്ന് ഇറക്കടാ, ഒന്ന് കടക്കണം. ശരി ശരി ഗോപമാമ, ഞങ്ങൾ പോയ കാര്യം എന്തായാലും സാധിച്ചു. നന്ദിനിയും സുനന്ദിനെയും കിട്ടി. പിന്നെ ഗോപമാമന്റെ ബെഡ് കുറച്ചാളത്തേക്ക് കരുണം ചിറ്റപ്പന് കൊടുക്കേണ്ടി വരും കേട്ടോ. ബെഡ് റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. അയ്യോ, അത് കഷ്ടായല്ലോ. ശരിയാ, കരുണം ചിറ്റപ്പന്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞു. അപ്പൊ നീ ഇവൻ എന്റെ കാലിന് എങ്ങനെ അള്ളി ഓടിക്കും? ശവത്തി കുത്തല്ലേ അളിയാ, എന്നെ എങ്ങനെയെങ്കിലും എടുത്തുണ്ടാക്കാട്ടെ. നിങ്ങളുടെ ധീരതയൊക്കെ പോയാ. ഇതെന്താ ഇത് പൊതിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടല്ലോ? കാലിന് പറയത്തൊക്കെ മാറിക്കോ. ഒന്ന് ഉളിക്ക പോലെ ഉള്ളൂ. ഒരു സാധനം കൊണ്ട് വെക്കാനുണ്ട്. മാറിക്കോ. ഇവിടെ കിടക്ക്. നല്ല വെയിറ്റ്. ഈ തുണിയുടെ വെയിറ്റും കൂടി ആയപ്പോഴേ ഈ കൈയൊന്നും നനക്കരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നെ പിടിച്ചോളണേ. വേദന ഉണ്ടോ വരണ? ഒട്ടുമില്ല. ആ കാളക്കൊമ്പ് ഇപ്പോഴും കാലിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ്. അളിയന്മാര് തമ്മിൽ വർത്തമാനം പറഞ്ഞിരിക്കും. എനിക്ക് വിശന്നിട്ടല്ല, ആന്റി വല്ലതും തായോ? അത് സാരമില്ല കരുണ, ഒരു 2-3 മാസം കൊണ്ട് പതിയെ മാറിക്കിട്ടും. കരുണം ചിറ്റപ്പ, ഈ ചിക്കൻ 65 എങ്കിലും തിന്നാൻ പറ്റോ? 65ഓ? ഉമിനീരിറക്കാൻ പോലും പറ്റുന്നില്ല മോനെ. അപ്പൊ ഇത് മൊത്തം ഞാൻ തന്നെ തിന്നണോ? കൊള്ളാം, നല്ല രസമുണ്ട്. എന്നാലും എന്റെ ചിറ്റപ്പൻ ഈ ഗതി വന്നല്ലോ. ഇനിയെങ്കിലും നീ കാലിന് വയ്യാത്തവരെ കാലിയാക്കരുത് കരുണ. എന്നോട് ഇത്തിരി കരുണ കാണിക്കു ഗോപോളിയാ. അയ്യോ.